മേജർ ലീഗ് സോക്കർ സൂപ്പർ ക്ലബായ ഇന്റർ മയാമി CFന് അടുത്തിടെയായി കാര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുകയാണ്. കന്നിക്കിരീടം, സാമ്പത്തിക മെച്ചം എന്നിങ്ങനെ ഒരു ക്ലബിന് വേണ്ടതെല്ലാം ഇപ്പോൾ ഇന്റർ മയാമിയിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഈ മാറ്റത്തിന് കാരണം എന്തെന്ന് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. 2023-24 സീസണിലാണ് ഈ കുതിപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ആ സീസണിൽ ഇന്റർ മയാമിയിലേക്ക് എത്തിയത് ഒരേ ഒരു സൂപ്പർ താരം മാത്രമാണ്, അർജന്റീനയുടെ ഇതിഹാസ ഫുട്ബോളറായ ലയണൽ മെസ്സി. ഡേവിഡ് ബെക്കാമിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലബ്ബാണ് ഇന്റർ മയാമി. മെസ്സി എത്തിയതിനു ശേഷമാണ് ക്ലബിന് സാമ്പത്തിക കുതിപ്പ് ആരംഭിക്കുന്നത്. ലയണൽ മെസ്സി എത്തിയ ശേഷം ഇന്റർ മയാമിയുടെ സാമ്പത്തിക ശേഷി വർദ്ധിച്ചതായുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. $150 മില്യൺ പ്രതിഫലത്തിനാണ് ഇന്റർ മയാമി മെസ്സിയെ സ്വന്തമാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ 2023 ജൂലൈ 15 ഇന്റർ മയാമിയിൽ മെസ്സി എത്തിയ ശേഷം ക്ലബിന്റെ ആരാധകരുടെ എണ്ണവും MLS കാണുന്നവരുടെയും സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെയും എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ലയണൽ മെസ്സിയുടെ വരവിന് മുമ്പ് 2022 $50-60 മില്യൺ ഇടയിലായിരുന്നു ക്ലബിന്റെ വരുമാനമെന്ന് ഇന്റർ മയാമി പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2023 അത് 120-നും 130-നും ഇടയിലേക്കായി ഉയർന്നിട്ടുണ്ട്. അതായത് ഇരട്ടിയിൽ അധികമുള്ള വളർച്ച. ഇതനുസരിച്ച് 2024 കലണ്ടർ വർഷത്തിൽ ഇന്റർ മയാമി പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക വരുമാനം $200 മില്യൺ ആണ്. ഇന്റർ മയാമിയുടെ മത്സരങ്ങൾ കാണാനുള്ള ടിക്കറ്റ് വിൽപ്പന, ടീമിന്റെ സ്പോൺസർഷിപ്പ് തുടങ്ങി മെസ്സി മാനിയയുടെ എല്ലാ ഭാഗങ്ങളും ഇന്റർ മയാമിയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുന്നുണ്ട്. ലയണൽ മെസ്സി എത്തുന്നതിന് മുമ്പ് ഇന്റർ മയാമിക്ക് സ്പോൺസർമാരുടെ നീണ്ട നിര ഉണ്ടായിരുന്നില്ല. എന്നാൽ 2024 മാത്രം ഇന്റർ മയാമി 11 പാർട്ണർഷിപ്പുകളിലാണ് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഓഡി, JP മോർഗൻ, ഡ്യൂറസെൽ, വീസ, ലാക്രോയിക്സ് തുടങ്ങി വമ്പൻ കമ്പനികളുടേത് ഉൾപ്പെടെയുള്ള കരാറുകളാണ് ഈ വർഷം ഇന്റർ മയാമിയെ തേടിയെത്തിയിട്ടുള്ളത്. മാത്രമല്ല, ലയണൽ മെസ്സി എത്തിയതോടെ MLS-ന്റെ സംപ്രേക്ഷണ അവകാശം ആപ്പിൾ TV സ്വന്തമാക്കിയതും വൻ പ്രതിഫലത്തിലാണ്. ആപ്പിൾ TVയുടെ സംപ്രേക്ഷണ അവകാശത്തിലൂടെ ലഭിക്കുന്ന പ്രതിഫലം MLS-ലെ മറ്റു ടീമുകൾക്കും ലഭിക്കും. മെസ്സിയുടെ വരവ് മറ്റു ടീമുകളെയും സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. ആപ്പിൾ TV സംപ്രേക്ഷണത്തിൽ നിന്ന് ഇന്റർ മയാമിക്ക് ലഭിക്കുന്ന തുക എത്രയെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. സാമ്പത്തിക കുതിപ്പ് മാത്രമല്ല, ട്രോഫി നേട്ടത്തിലും മെസ്സി എത്തിയതോടെ ഇന്റർ മയാമി നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. മെസ്സിയുടെ വരവിന് ശേഷമാണ് ക്ലബിന്റെ കന്നി കിരീട നേട്ടം സംഭവിക്കുന്നത്. 2023 ലീഗ്സ് കപ്പിലൂടെയായിരുന്നു അത്. 2024 MLS സപ്പോർട്ടേഴ്സ് ഷീൽഡും സ്വന്തമാക്കി ട്രോഫി നേട്ടം 2 ഉയർത്തിയിരിക്കുകയാണ് ഇന്റർ മയാമി. ക്ലബ്ബുമായുള്ള മെസ്സിയുടെ കരാർ 2025 ഡിസംബറിൽ അവസാനിക്കുകയാണ്. ഇനി ഒരു സീസൺ കൂടി മാത്രമാണ് മെസ്സിക്ക് ഇന്റർ മയാമിയുമായി കരാറുള്ളത്. മെസ്സി ഇന്റർ മയാമിയിൽ കളിച്ച് വിരമിക്കുമെന്നതായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അടുത്തിടെ ഇന്റർ മയാമിയുമായുള്ള കരാർ അവസാനിക്കുന്നതോടെ മെസ്സി ക്ലബ്ബ് വിടുമെന്നും മറ്റൊരു ടീമിലേക്ക് ചേക്കേറിയേക്കും എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. അർജന്റൈൻ ക്ലബ്ബായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിലേക്ക് ചേക്കേറുമെന്നാണ് വിവരം. മെസ്സി തന്റെ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന ക്ലബ്ബാണ് ന്യൂവെൽസ് ഓൾഡ് ബോയ്സ്. ഇവിടെ കളിക്കാനുള്ള ആഗ്രഹം നേരത്തെ പലതവണ മെസ്സി പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്.